പ്രഭാഷണം നടത്തുന്ന നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ തോമസ് ചാഴികാടൻ സാറിനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കെ ജയകുമാർ സാറാണ്. സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളുടെ ബഹുമാനപ്പെട്ട MP ശ്രീ തോമസ് ചാഴികാടൻ സർ, ശ്രീമതി ആര്യരാജൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ ഹരിക്കുട്ടൻ, നമ്മളുടെ ജില്ലാ DCHന്റെ പ്രസിഡന്റ് ശ്രീ ലെവൽ 1 ട്രോമാ സെന്ററിനുള്ള എല്ലാ ഫെസിലിറ്റിയുള്ള മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുള്ള ഈ കാഷ്വാലിറ്റി അതിനോട് ചേർന്നുള്ള ഓപ്പറേഷനാണ് ഗവൺമെന്റ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിന്റെ മുഖച്ഛായ തന്നെ 115 കോടിയോളം ടോട്ടൽ വെയിറ്റ് വരെ അത് ബാക്കി തുകയും അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൂർത്തിയാകുന്നുണ്ട്. അതിന്റെ ഒരു അടുത്ത ഘട്ടമായിട്ട് അതിലേക്കുള്ള എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ എല്ലാ വിഭാഗത്തിലും വളരെയധികം പ്രവർത്തനം. നമുക്കറിയാം, രോഗികളുടെ കൂടെ വരുന്നവരും അതുപോലെ തന്നെ പ്രായമായവരും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ള ഒരു അസൗകര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ പുരോഗതിയിൽ അനിവാര്യമായ ഒരു ഘടകമാണ് ഒരടിപ്പാത എന്ന ആശയം. ദിവസേന ആയിരക്കണക്കിന് രോഗികളാണ് നമ്മുടെ OPയിൽ വരുന്നത്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി റോഡ് മുറിച്ചു കിടക്കുന്ന ഘട്ടത്തിൽ നിരവധി ഘട്ടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായത് നമ്മൾ സാക്ഷികളാണ്. അത്തരത്തിലുള്ള അപകടങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് ഒരു അടിപ്പാത എന്ന ആശയം ഞങ്ങൾ രൂപം കൊടുത്ത് അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന് അതിനാവശ്യമായ പണം മാറ്റിവെച്ച് AS-ഉം TS-ഉം കിട്ടി വർക്ക് ടെൻഡർ ചെയ്ത് ഇപ്പോ ആ വർക്ക് ഓർഡറായി പാലത്ര കൺസ്ട്രക്ഷൻസ് ആ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോ ആ തരത്തിൽ വരുന്നതോടുകൂടി ഇനി മേലിൽ രോഗികൾക്ക് ബുദ്ധിമുട്ട് കൂടാതെ ആശുപത്രിയിൽ എത്തിച്ചേരാൻ കഴിയും. ആ നിലയിൽ ഇത് വളരെ പെട്ടെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത് അതിന്റെ എല്ലാ പ്രവൃത്തികളും സമയബന്ധിതമായി ഇപ്പൊ പൂർത്തിയാക്കി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ഗാന്ധിനഗർ മെഡിക്കൽ കോളേജ് റോഡ് ഉൾപ്പെടെ 8 റോഡുകൾ ഈ കാലയളവിൽ ഞങ്ങൾ ഏറ്റെടുത്ത് റീബിൽഡ് കേരളയിൽപ്പെടുത്തിയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ റോഡുകളെല്ലാം മനോഹരമാക്കിയത്. എത്രയോ വർഷങ്ങളായി നമ്മുടെ ഗാന്ധിനഗർ റോഡ് വലിയ രൂപത്തിൽ ഇടുങ്ങിയ രൂപത്തിൽ കഴിഞ്ഞിരുന്നു. മെഡിക്കൽ കോളേജിൽ രോഗിയായി ഗാന്ധിനഗറിലെത്തിയാൽ എത്രയും വേഗം ആശുപത്രി എത്തിക്കാൻ കഴിയുന്ന 4 വരിപ്പാത ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിലായിരുന്നു നമ്മൾ ആ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചതെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് പണ്ട് മുടങ്ങിപ്പോയി. അതുൾപ്പെടെ ഈ കാലയളവിൽ ഏതാണ്ട് 8 റോഡുകൾ റീബിൽഡ് കേരളയിൽ 122 കോടി രൂപയ്ക്കായിരുന്നു ഞങ്ങൾ ടെൻഡർ ചെയ്യിച്ചത്. അത് കൃത്യമായി സമയബന്ധിതമായി അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 8 റോഡുകളും ഇനി ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഒരു റോഡ് പോലും BMBC നിലവാരത്തിൽ ചെയ്യാനില്ല. മുഴുവൻ റോഡുകളും ചെയ്തു തീർത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇവിടെ ഒരു ശ്മശാനം വേണമെന്നുള്ളത് ഞങ്ങൾ ഇതിന് പഞ്ചായത്ത് പറയുന്നതിന് മുമ്പ് തന്നെ തീരുമാനം എടുത്ത് 1 കോടി രൂപ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ കൊടുത്ത് നമുക്ക് ഇപ്പോ സ്ഥലം അനുവദിച്ചു തരുമെന്ന് നേരത്തെ പ്രിൻസിപ്പലും സൂപ്രണ്ടും പറഞ്ഞു. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ തന്നെ SCDS-ന്റെ നേതൃത്വത്തിൽ ഒരു പൊതു ശ്മശാനം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിന് ഗവൺമെന്റ് ഫണ്ടിന് കാത്തു നിൽക്കുന്നില്ല. ഈ വർഷത്തെ MLA ഫണ്ടിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം അറിയിക്കുകയാണ്. അപ്പൊ ഒരു ഡിമാൻഡിന്റെ പ്രശ്നമില്ല. സമീപകാല ഭാവിയിൽ നമുക്ക് അന്തർദേശീയ നിലവാരത്തിൽ മെഡിക്കൽ കോളേജ് എത്തുമെന്ന കാര്യത്തിൽ ഇപ്പൊ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഒന്നാണ് കോട്ടയം. നമ്മുടെ 2 വർക്കാണ് നടക്കുന്നത്. ഒന്ന്, അടിപ്പാത നിർമ്മിക്കുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായ ഒരു കവാടം വേണം. ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജ് വളർച്ചയ്ക്കനുസരിച്ച് ഒരു കവാടം നമുക്കില്ല. നമ്മുടെ DCH ഇവിടുത്തെ ജില്ലാ സഹകരണ ആശുപത്രി ഇപ്പൊ നമുക്ക് 65 ലക്ഷം രൂപ തന്നിരിക്കുന്നു ആ ഗേറ്റ് പണിയാൻ. അതൊരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ ഗവൺമെന്റ് പൈസ എടുക്കാതെ 65 ലക്ഷം രൂപ സൊസൈറ്റി തരും. ബാക്കി നമുക്ക് HDS കൂടെ എടുത്ത് 1 കോടി രൂപയ്ക്കാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അതിന്റെ ഇപ്പോ DPR തയ്യാറാക്കി തന്നിട്ടുള്ളത്. അതിന്റെ ശിലാസ്ഥാപനവും നടക്കുകയാണ്. അതും വളരെ മനോഹരമായി മാറും. HDS അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദീർഘമായൊരു പ്രസംഗത്തിന് ഇനി പ്രസക്തിയില്ല.